الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس، ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء، ومن يشرك بالله فقد ضل ضلالا بعيدا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. كنت جاهله بجده أنبياء الله قد ختموا، فليس قولك من هذا بظاهره. العرب تعرف من أنكرت والعجم، بمشر همهم دين وبغلهم
يستطيع جواب بعد غايتهم لا يستطيع جواب بعد غايتهم ولا يبالي يغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ കുടുംബത്തോട് പ്രകടിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും ശഫാഅത്തും ലഭിക്കുന്നതിനാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് സമ്മേളിച്ചിട്ടുള്ളവരാണ് നാം എല്ലാവരും. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർക്കും ഈ പരിപാടി അല്ലാഹുവും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൊരുത്തപ്പെട്ട വിധത്തിൽ ആകണം എന്ന് ആഗ്രഹിച്ച ഈ പ്രദേശത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അതിനോട് സഹകരിച്ച ഇവിടെയുള്ള മഹാന്മാരായ സാദാത്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ദീർഘമായി ഒരു പ്രസംഗം നടത്തുന്നില്ല. ഞാൻ ഇങ്ങനെയൊരു പരിപാടി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം അല്ലാതെ അനുയോജ്യമായൊരു ദിവസം അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടി എനിക്ക് തള്ളാൻ പറ്റാത്ത ചില മഹാന്മാർ എന്നോട് ഇതിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്തതാണ്. കാരണം ഞാൻ ഇന്നലെ വരെ ഒരു 7 ദിവസം സൂറത്തുൽ ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ദിവസം ഓരോ ആയത്തുകളെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ വാല്യൂ പറഞ്ഞതായിരുന്നു. ഫാത്തിഹയുടെ തീരത്ത് എന്ന ഒരു വിഷയം ഒരു ദിവസവും, പിന്നീട് ഓരോ ആയത്തുകൾ ഓരോ ദിവസവും വാല്യൂ പറഞ്ഞു 8 ദിവസം. ഇന്നലെ വാല്യൂ കഴിഞ്ഞു, അതിനോടനുബന്ധിച്ച് ദിക്ർ ഹൽക്ക കഴിഞ്ഞു. രാത്രിയിൽ എന്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ വളരെ വൈകി. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഞാൻ ആ പരിപാടിയുടെ സംഘാടകനും കൂടിയാണ്. വെറും വാല്യൂ പറഞ്ഞ ആൾ മാത്രമല്ല, നാദാപുരത്ത് എന്റെ നാട്ടിൽ തന്നെയായിരുന്നു ആ വാല്യൂ. ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചുകൂടിയതിന്റെ ഒരു 10 ഇരട്ടിയിലധികം ആളുകൾ ആ വാല്യൂ സംഘടിച്ചെടുത്തു. അതിന്റെ കേസറ്റുകൾ ഇറങ്ങി വരുന്നുണ്ട്. കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എപ്പോഴും ഓടുന്ന ഒരു സൂറത്താണല്ലോ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിന്റെയും അർത്ഥം ഒരു ദിവസം ഒരായത്തിൽ അങ്ങനെ സംസാരിച്ചതാണ്. അതിൽ ഒരുപാട് വിഷയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘമായി ഇന്ന് സംസാരിക്കുന്നില്ല. നാളെ നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് 8 അന്ന് യൗമു തർബിയ എന്ന് പറയും. ആ ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ദുൽഹജ്ജ് 9 അറഫ നോമ്പാണ്. അത് മറ്റന്നാളും നോമ്പെടുക്കൽ നമുക്ക് സുന്നത്താണ്. അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാർക്ക് നോമ്പ് സുന്നത്തില്ല. അതുകൊണ്ട് അവരുടെ നോമ്പിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള നമ്മുടെ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അറഫ എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക സ്ഥലമാണ്. അത് ഹറമിൽപ്പെട്ടതല്ല, ഹറമിന്റെ പുറത്താണ്. ആ സ്ഥലത്ത് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിമീങ്ങൾ സമ്മേളിച്ച് അല്ലാഹുവിലേക്ക് ധാരാളമായി കരയുകയും പറയുകയും അവരുടെ ദോഷങ്ങൾ ഓർപ്പിക്കുകയും ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തിനും ഭദ്രതക്കും അവരുടെ നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ദിവസമാണ് നാളെ. അതോടുകൂടി തന്നെ നാളെ വെള്ളിയാഴ്ച ദിവസവും ആണ്.
സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന് അങ്ങനെ ഒരു ബഹുമാനം കിട്ടാൻ കാരണം എന്താ? പല കാരണങ്ങളും ഉള്ളതിൽ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫീഹി ഖുലിഖ ആദം, അത് ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനമാകുന്നു എന്നാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അപ്പൊ മഹാന്മാരെ സൃഷ്ടിക്കപ്പെട്ട ദിവസം, മഹാന്മാരുടെ ജന്മദിനം, അതിന് മഹത്വമുണ്ടെന്ന് ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഫീഹി ഖുലിഖ ആദം, ആദം നബിയെ പടക്കപ്പെട്ട ദിവസം. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ ബഹുമാനം നൽകൽ ഒരു കാരണം, ഒരു നിമിത്തം വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹജ്ജിന് പോയിട്ടുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ടാകും. പോയവർക്കും ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പലപ്പോഴും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനും അല്ലാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് തിരിച്ചു വരാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹറം ശരീഫിനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്ത എല്ലാവർക്കും അല്ലാഹു അവന്റെ പ്രത്യേകമായ കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് സർവ്വ അമലുകളും ചെയ്ത് തിരിച്ചു വരാൻ അവർക്കെല്ലാം അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഹജ്ജിന് പോയാൽ അവിടെ സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് ചെറിയ കുന്നുകൾ ഉണ്ട്. നമ്മൾ പർവ്വതം എന്നൊക്കെ പറയും, ചെറിയ കുന്നുകളാണ്. ആ സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് കുന്നുകൾ ഇപ്പോൾ അതിന്റെ ഉയരം വളരെ കുറവാണ്. ഇപ്പോൾ ഉയരം കുറവാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് കുറച്ചോരം ഉണ്ടായിരുന്നു. പിന്നീട് ആ രണ്ട് പർവ്വതത്തിന്റെയും ഇടയിലുള്ള സ്ഥലം കുറെ നികത്തി ഉയർത്തി. അതിന്റെ താഴ്വര ഉയർത്തിയതുകൊണ്ട് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ആ കുന്നിന് ഓരം പണ്ടുള്ളതും കാണുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറവാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ രണ്ട് പർവ്വതങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, സഫാ മർവ പർവ്വതം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ചിഹ്നം എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവില്ല. കാരണം എപ്പോഴും വോട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പൊ ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളം, അല്ലാഹുവിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിലേക്ക് മനുഷ്യനെ തിരിക്കുന്ന, അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിക്കുന്ന, അല്ലാഹുവിനെ ഓർമ്മിക്കാൻ കാരണമാകുന്ന, അല്ലാഹു തആലയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുപോകുന്ന അടയാളം, അതാണ് ശഅഇറുല്ലാഹി എന്ന് പറഞ്ഞത്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും ആ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 പ്രാവശ്യം നടക്കണം എന്നാണ്. അതിന് ഒരു തെറ്റും ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നടക്കുന്നതിന് തെറ്റില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വാസ്തവത്തിൽ നമുക്കൊക്കെ അറിയാം, അത് ഹജ്ജിന്റെയും ഉംറയുടെയും ഒരു നിർബന്ധ ഘടകമാണ്. പിന്നെ എന്താണ് ചെയ്യുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം ഖുർആനിലെയും ഹദീസിലെയും വാചകങ്ങൾ സന്ദർഭോചിതമായി വരുന്ന വാചകങ്ങളായിരിക്കും. അപ്പൊ ആ കാലഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ തിരുത്താൻ വേണ്ടി പറഞ്ഞ വാചകമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം. തെറ്റാണെന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അത് തിരുത്തിയതാണ്. ഫത്ഹുൽ മുഈൻ എന്ന മുതഅല്ലിം നിങ്ങൾക്കറിയാം, കടലിലെ തവള, മുതല തുടങ്ങിയ ജീവികളെ തിന്നൽ ഹറാമാണ് എന്ന് പറഞ്ഞ ഉടനെ ഫത്ഹുൽ മുഈൻ പറഞ്ഞിട്ടുണ്ടില്ല പരിശുദ്ധ ബിലീഫ് സ്രാവ് തിന്നുന്നത് ഹറാമില്ല. അതുപോലെ കടുക്ക, ഇവിടെ കടുക്കാന്നല്ലേ പറയാം, ചില സ്ഥലത്ത് കല്ലുമുക്കായാന്ന് പറയും, ചില സ്ഥലത്ത് വിളമ്പക്കാന്ന് പറയും. ഇവിടെ എന്താ പറയാ? കല്ലുമുക്കായാന്ന് പറയും. കല്ലുമുക്കായ അത് തിന്നുന്നത് ഹറാമില്ല എന്ന് പറഞ്ഞു. അതിന്റെ മത്തി തിന്നുന്നത് ഹറാമില്ല എന്ന് പറയാതിരിക്കാൻ കാരണം അയിലയെ സംബന്ധിച്ചും മത്തിയെ സംബന്ധിച്ചും അയക്കൂടയെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ 2 സാധനം മാത്രം ഹറാമില്ല എന്ന് പറഞ്ഞത് അത് ഹറാമാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുള്ളത് കൊണ്ടാണ് ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് ഓരോന്നിനും കാണാം രാത്രി സമയത്ത് മയ്യിത്ത് മറവ് ചെയ്യുന്നത് കറാഹത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ പകല് കറാഹത്തില്ല എന്ന് പറയാതിരുന്നത് പകല് കറാഹത്താന്ന് ആരും പറഞ്ഞിട്ടില്ല.
പകല് കറാഹത്താണെന്ന് പറഞ്ഞ ചിലരുണ്ട്, രാത്രി കറാഹത്താണെന്ന് പറഞ്ഞ ചിലരുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ കറാഹത്ത് ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പോ ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ സഫാ മർവ പർവ്വതത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ. 7 നടത്തം ആകെ നടത്തണം. ഈ നടത്തത്തെ സംബന്ധിച്ച് ഖുർആൻ അതിന് വിരോധമില്ലെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നിർബന്ധമാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ളതാണ്. ഈ സഫാ മർവ പർവ്വതത്തിന് എന്താണ് ഇത്ര വലിയ മഹത്വം ലഭിച്ചത്? മഹത്വം ലഭിച്ചത് അത് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മാമ നടന്നിട്ടുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണല്ലോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണല്ലോ ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാമ നടന്ന സ്ഥലം ആയതുകൊണ്ട്, വലിയ ഉമ്മ നടന്ന സ്ഥലം ആയതുകൊണ്ട്, ഇസ്മാഈൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ നടന്ന സ്ഥലം ആയതുകൊണ്ട് ആ സ്ഥലത്തിന്റെ തന്നെ ബഹുമാനം ആണ്. അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലത്തിന് ബഹുമാനം കൊടുക്കൽ അതിന് ചില നിമിത്തങ്ങൾ ഉണ്ടാകും. സമയത്തിന് ബഹുമാനം കൊടുക്കുന്നതിനും നിമിത്തങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ്. അതിന് കാരണം പറഞ്ഞത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്. മറ്റൊന്ന് പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ കടത്തുക എന്ന വലിയ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ദിവസമാണെന്ന്. അനുഗ്രഹം കിട്ടിയ ദിവസം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ആദം നബിയെ പടക്കപ്പെട്ടു എന്നതൊരനുഗ്രഹം, ആദം നബിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നത് വേറെ അവിടുത്തെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹം. 2, ഉപ്പാപ്പയ്ക്ക് ലഭിച്ച അനുഗ്രഹം ഇവിടെ സന്താനങ്ങൾ ഓർമ്മിക്കുക എന്നതാണ്, അത് അനുസ്മരിക്കുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന വലിയ ഗുണം കിട്ടിയതും ആണ്. സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന വലിയ ഗുണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അതൊരു മുസീബത്താണല്ലേ പറയേണ്ടത് എന്ന് ചിലർക്ക് സംശയമുണ്ടാവും. അത് മുസീബത്തല്ല, അത് മുസീബത്താണ്. ആർക്കും? അബൂജഹലിന് മുസീബത്താണ്. യൂത്തുബത്തിന്, സൈബത്തിന്, ഫിർഔനിനും, നമ്രൂദിനും, ഖാറൂനിനും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് മുസീബത്താണ്. അതേ സമയത്ത് ഈ ഭൗതികമായ ലോകം അല്ലാഹുവിന്റെ പരീക്ഷ നടക്കുന്ന ലോകമാണ്. ഈ പരീക്ഷയിൽ തോറ്റുപോകുന്നവർക്ക് അത് മുസീബത്ത് തന്നെ. നേരെ മറിച്ച് ഈ പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകൽ അനുഗ്രഹമാണ്. നമ്മളെ പരീക്ഷാ ഹാളിലേക്കാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ഈ പരീക്ഷയിൽ ജയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫാസ ഫൗസൻ അദീമാ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഫാസ ഫൗസൻ അദീമാ. ഇപ്പോഴും ഇംഗ്ലീഷുകാർ ജയിക്കുന്നതിന് പാസ്സാകാനല്ലേ? ഫൗസാകാനാണ്. ആ ഫൗസാകാനുള്ള ഭാഷയിൽ പേരാണ് ഫാസാകാൻ. അപ്പോ ഫാസഫൗസൻ അദീമാ, വലിയ വിജയം കൈവരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആ വിജയം പാസ്സാകൽ, ഫൗസാകൽ, ആ വിജയം കൈവരിക്കുക എന്നത് പരീക്ഷയിൽ ജയിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ ഇങ്ങോട്ട് വന്നത് വലിയ അനുഗ്രഹം ആണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വാചകം ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസാണ് ഞാൻ ധരിച്ചത്. അടുത്ത വാചകം എന്താണ്? അന്ന് ഖിയാമത്ത് നാളുണ്ടാകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പൊ എന്തായി? അപ്പൊ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ദിവസമാണ്. അപ്പൊ റിസൾട്ട് അറിയുന്ന ദിവസമേ അതുകൊണ്ട് വലിയ ബഹുമാനമുള്ള ദിവസമാണ്. കാരണം മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്, അല്ലേ? യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു ഖുർആൻ പറഞ്ഞു. ആ ആയത്തിന്റെ തഫ്സീർ മഹാന്മാരായ സഹാബികൾ പറഞ്ഞിട്ടുള്ള തഫ്സീർ ഇബ്നു കസീർ പോലുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ആ കാലഘട്ടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബികളുടെയും കാലം മുതൽ അന്ത്യനാൾ വരെ പരമ്പരാഗതമായി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് നിൽക്കുന്ന ദിവസമാണ് റിസൾട്ട് അറിയുന്ന ഖിയാമത്ത് നാൾ. അതേ സമയത്ത് പിഴച്ചുപോയ ആളുകളുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന ദിവസമാണ് ആ ഖിയാമത്ത് നാൾ. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വലിയ അനുഗ്രഹം തന്നെ. ഇത്തരം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച, ലഭിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ആ വലിയ മഹത്വമുള്ള ദിവസമാണ് നാളെ. അപ്പൊ വെള്ളിയാഴ്ചയാണ് അറഫയിൽ ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടുന്ന ദിവസവും ആണ് നാളെ. അപ്പൊ വലിയ ബഹുമാനം ഉണ്ട്. സഹോദരന്മാരോട് ഉറങ്ങിപ്പോകുന്നതാണ്, ആരും മനഃപൂർവ്വം ഉറങ്ങില്ല. ഈ ഉറക്കെന്ന് പറഞ്ഞാൽ അതൊരു ലോകമാണ്. ഞാനത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ തഫ്സീർ ബയാനിൽ വിശദീകരിക്കുമ്പോൾ നാദാവൂർ ചോദിച്ച് പറഞ്ഞില്ല. അതിന്റെ CD കേസറ്റ് കിട്ടുമ്പോൾ വായി കേട്ടോളൂ. ഉറക്കിന്റെ ലോകത്തെ കുറിച്ച് ഞാനതിൽ വിവരിച്ചിട്ടുണ്ട്. ലോകം പല ലോകങ്ങളുണ്ടല്ലോ, ഉറക്കിന്റെ ലോകമുണ്ട്. അത് വലിയ ലോകമാണ് അല്ലേ? ഉറങ്ങണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റ് ആയി പോകുന്നു, ഉറക്ക് തുറ്റിയിട്ട് ഉറങ്ങണ്ടാന്ന് വിചാരിച്ചില്ല ഓടിച്ചത്. പക്ഷേ ഉറക്കിൽ ക്ഷമിക്കാതെ തന്നെ വരുന്നു. ഉറക്കിനങ്ങനെ ഒന്നും ക്ഷമിക്കാതെ വരുന്നൊരു സാധനമാണ്. എന്നാലോ ചിലപ്പോൾ ക്ഷമിച്ചായിട്ട് വരികയില്ല. ഉറക്കെ വെള്ളം വിചാരിച്ചിട്ട് കണ്ണുറങ്ങി വന്നപ്പോൾ ഉറക്ക് വരുന്നില്ല. അതാണ് കത്തുകൊടുത്തായിട്ടും ടെലിഫോൺ ചെയ്യായിട്ടൊന്നല്ല, ഇവർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ അർത്ഥം എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്നതാണ്. റബ്ബുൽ ആലമീൻ, എല്ലാ ലോകത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്. അതാണ് വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ അതിൽ കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ സ്ഥലത്തിനും സമയത്തിനുമൊക്കെ ബഹുമാനം കൊടുക്കുന്നതിന് നിമിത്തങ്ങൾ ഉണ്ട് എന്നാണ്. നിമിത്തങ്ങൾ ഉണ്ട്. ഈ ദിവസം വലിയ ബഹുമാനമുള്ള ദിവസം. ഇന്നലെ 29, 39, 29 ചോദ്യം എന്റെ സദസ്സിൽ വന്നിരുന്നു. ആ ചോദ്യത്തിന് മുഴുവൻ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേസറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാം. അതിലൊരു ചോദ്യം, വെള്ളിയാഴ്ച അറഫയായാൽ ആ ഹജ്ജിന് പ്രത്യേകം കൂടുതൽ പുണ്യമുണ്ടോ എന്നായിരുന്നു. ഞാൻ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഹാസിയത്തുൽ ഇലാഹ്, അതുപോലെ ശർവാനിയും ഇആനത്തും, അതുപോലെ ഹാസിയത്തു ശിഹാബ് അൽ ബൈറാബി തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച അറഫയാകുമ്പോൾ മഹത്വം കൂടുതലുണ്ടെന്നാണ് പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ വല്ലാത്ത ബഹുമാനമുള്ളൊരു യാത്രയിലാണ് നമ്മളുടെ ഒരു ചോദ്യം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ടത് ആ ഹിജാബത്തിൽ നിൽക്കുന്ന മജ്‌ലിസായി സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? നമ്മൾ ഒരുമിച്ച് കൂടിയത് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ബാനർ വായിച്ചു. ബാനറിന്റെ മേലെ എഴുതിയിട്ടുള്ളത് ലത്തൂർ മഖാം ആണ്ട് നേർച്ച എന്നാണ്. ഈ പ്രദേശത്തിന്റെ പേരാണ് ലത്തൂരി എന്ന് ഞാൻ മനസ്സിലാക്കുക. മഖാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മറവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളുടെ മഖ്ബറയാണ് എന്ന് ഞാൻ കരുതുന്നു. സഹോദരന്മാരെ, ആണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കൊല്ലം, ഒരു വർഷം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുക. നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ്ടിലൊരിക്കൽ സുന്നത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ആളുകൾ ആ തീരുമാനം നടപ്പാക്കുന്നത് എന്നാണെന്നും ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയാണല്ലോ ഫത്ഹുൽ മുഈനിൽ നേർച്ച എന്നതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. ഖുർബത്തുൻ ഇൽതിസാമു ഖുർബത്തിൻ ലം തതഅയ്യൻ. നേർച്ച എന്ന് പറയുന്നത് എന്തിനാണ്? നേർച്ച എന്ന വാചകത്തിന് അറബിയിൽ പറയുന്ന വാചകമാണ് നദർ. ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് നേർച്ചയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار.
ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, ഔ നദർതും മിൻ നദിൻ, നിങ്ങൾ എന്ത് നേർച്ച ചെയ്താൽ, ഫഇന്നല്ലാഹ യഅലമുഹു, നിശ്ചയം അല്ലാഹു അത് അറിയുന്നവനാണ്. വമാ ലിൽവാലിമീന മിൻ അൻസാർ, നേർച്ചയുടെ കാര്യത്തിലായാലും ധർമ്മത്തിന്റെ കാര്യത്തിലായാലും ചെലവഴിക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ക്രമം തെറ്റുന്ന ആളുകളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ക്രമം തെറ്റിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയും. ലാലിമ് എന്ന വാക്കിന്റെ അർത്ഥം മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയാം. ളുൽമ് എന്ന് പറഞ്ഞാൽ വലഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി എന്നാണ് കിതാബുകളിൽ അതിന്റെ നിർവചനം വെച്ചിട്ടുള്ളത്. ഒന്ന്, അതിന്റെ സ്ഥാനം തെറ്റിച്ചു വെക്കുക, അതാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ്, വിപരീത വാചകമാണ് അക്രമം എന്നത്. നീതി എന്നതിന്റെ വിപരീത വാചകമാണല്ലോ അനീതി. സത്യം എന്നതിന്റെ വിപരീതവാചകമാണല്ലോ അസത്യം. അപ്പോൾ ക്രമം എന്നതിന്റെ വിപരീതവാചകമാണ് അക്രമം. ക്രമം തെറ്റുന്നത് അക്രമമാണ്. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ പെരുന്നാളിന് ശേഷം കരുനാഗപ്പള്ളിയിൽ ഒരു പ്രസംഗം നടത്തിയത്. അതൊരു മറുപടി പ്രസംഗമായിരുന്നു. അതിന്റെ CD കേസറ്റ് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച ഉണ്ടാകും. പക്ഷേ ഞാൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ച ഒരു 8 CD കേസറ്റുണ്ട്. പിന്നീട് പ്രസംഗിച്ച ഒരു 5 CD കേസറ്റുണ്ട്. അതിന്റെ ശേഷം കട്ടുപ്പാറ എന്ന പ്രദേശത്ത് പോയി പ്രസംഗിച്ച ഒരു 3 CD കേസറ്റും ഉണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങി കേട്ടോളൂ. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. ഈ ക്രമം അക്രമം. ഞാൻ ഇവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്, ഞാൻ ഇതിന്റെ ക്രമം. നേരെ മറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു, സദസ്സിലുള്ളവർക്ക് സ്റ്റേജിൽ കയറി ഞാൻ ചോടെ എന്നാ പ്രസംഗിക്കുന്നത് പറഞ്ഞാലോ അത് അക്രമമാണ്. അത് ക്രമം തപ്പലാണ്. ഇനി നിങ്ങളൊക്കെ കൂടി ഞങ്ങളൊക്കെ കൂടി സ്റ്റേജിൽ കയറുകയാണെന്ന് പറഞ്ഞാലോ അതും അക്രമം തന്നെയാണ്. കാരണം ഇത് പൊളിഞ്ഞു വീണു, അതും അക്രമമാണ്. ഇതുപോലെ ഒരാളെ വീട് ചെരുപ്പെടുത്തിട്ട് തലയിൽ വെച്ചു, അക്രമമാണ്. തലയിൽ കെട്ടെടുത്തിട്ട് കാലിൽ കെട്ടിയാലോ അതും അക്രമമാണ്. ക്രമം തെറ്റുന്നതിനാണ് അക്രമം. സ്ഥാനത്തല്ലാതെ ഒരു വിഷയം വെച്ചാൽ അത് അക്രമമായി. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല നേർച്ചയെ സംബന്ധിച്ചും അതുപോലെ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും 2 കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത്. വമാ അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ ചെലവഴിക്കുന്ന ഏതൊരു ചെലവഴിക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിന് ഒരു തത്വമുണ്ട്. നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ദിവസേന ചുരുങ്ങിയത് 17 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം 2 ദിവസമായി ഞാൻ നാദാപുരത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സൂചന മാത്രം നൽകുകയാണ്. നേരെയുള്ള വഴിയിൽ ഞങ്ങൾ നീ വഴി നടത്തണേ അല്ലാഹ് എന്നാണല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന വാക്കിന്റെ അർത്ഥം. ആ വാചകം വിവരിച്ചുകൊണ്ട് നാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന തഫ്സീറിൽ നേരെയുള്ള വഴി എന്ന് പറഞ്ഞാലോ നമ്മുടെ തടീച്ചക്ക് വഴിപ്പെട്ടാൽ നമ്മൾ നേരെയുള്ള വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ശൈത്താനിന് വഴിപ്പെട്ടാലും നമ്മൾ നേരെയുള്ള വഴിയിൽ നിന്ന് വഴിപ്പെട്ട് തെറ്റിപ്പോകും. ഇതുപോലെ തെറ്റായ ആശയങ്ങളിലേക്ക് നയിക്കുന്ന ആളുകളുടെ പിന്നാലെ പോയാലും നേരെയുള്ള വഴിയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകും. നേരെയുള്ള വഴിയിൽ തന്നെ നമുക്ക് ജീവിച്ചു കിട്ടാനുള്ള കൂട്ടുപ്രാർത്ഥനയാണല്ലോ ഫാത്തിഹയിലുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ എന്തുകൊണ്ട് അല്ലാഹു തആല എന്നെ നീ നേരെയുള്ള വഴിയിലാക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാതെ ഖുർആനിൽ ഞങ്ങളെ എന്ന് എന്തുകൊണ്ട് പഠിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇമാം റാസി അവരുടെ തഫ്സീറിൽ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, കൂട്ടായി നടത്തുന്ന കാര്യങ്ങളിൽ വലിയ ബറക്കത്താണ്, ഭിന്നിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ ബറക്കത്ത് നഷ്ടമാണ്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലും കൂട്ടായ ആശയങ്ങളിലും എല്ലാവരും യോജിക്കണം എന്നത് സൂചിപ്പിക്കാനാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന്
ഖുർആനിൽ ബഹുവചനം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കൂട്ടുപ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കാനുമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ബഹുവചനം പറഞ്ഞിട്ടുള്ളത്. അത് വിവരിച്ചുകൊണ്ട് നാം റാസി റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ദോഷം ചെയ്യാത്ത നാവുകളെ കൊണ്ട് ദുആ നടത്തണം, തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ സഹാബികൾ ചോദിക്കുന്നു, നബിയേ, തെറ്റ് ചെയ്യാത്ത നാവ് ഞങ്ങൾക്കുണ്ടാകുമോ? ഏത് മനുഷ്യനോടും തെറ്റ് സാധാരണക്കാരിൽ സംഭവിച്ചു പോവുകയില്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ തെറ്റ് ചെയ്യുന്ന നാവ് കൊണ്ടുള്ള ദുആ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നു, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്റെ നാവ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ നാവ് കൊണ്ട് നിങ്ങളും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾക്കും കിട്ടി തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ടുള്ള പ്രാർത്ഥന, എനിക്കും കിട്ടി തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ടുള്ള പ്രാർത്ഥന. ഇതാണ് തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല കൂട്ടായുള്ള പ്രാർത്ഥന, അത് വല്ലാത്ത ഉത്തരം കിട്ടുന്ന സംഗതി തന്നെയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ എന്നല്ലോ പഠിപ്പിച്ചത്. എന്നെ വഴി നടത്തണേ എന്നല്ലല്ലോ. കാരണം യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് സർവ ബറക്കത്തും കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആ സിറാത്തുൽ മുസ്തഖീം നേരെയുള്ള വഴി അത് ഖുർആൻ വിവരിച്ചല്ലോ. അതാ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതൊരൊറ്റ കക്ഷിയുടെ വഴിയാണ്. ആ കക്ഷി ആരാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. അവരാരാണെന്ന് ഖുർആൻ വേറെ പറയുന്നുണ്ട്. മിനൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അവർ അംബിയാക്കളാണ്, അതേ സത്യവാന്മാരായ സിദ്ദീഖീങ്ങളാണ്, അതേ ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. അവരുടെ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. ഇതാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, അതേ അല്ലാഹു മഹത്തായ അനുഗ്രഹം കൊടുത്തിട്ടുള്ള കക്ഷികൾ ഒന്നാണ്, അതാണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത്. എന്നാൽ പടച്ചവന്റെ ശരിയായ അനുഗ്രഹം കിട്ടാത്ത കക്ഷികൾ രണ്ടാണ്. അതാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നൊന്ന് വേറെയും വലദ്ദാല്ലീൻ എന്നൊന്ന് വേറെയും പറഞ്ഞത്. ഇമാം റാസി വിവരിക്കുന്നു, അനുഗ്രഹിച്ച കക്ഷികൾ ആര്? അത് അംബിയാക്കളാണ്, സജ്ജനങ്ങളാണ്, സുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സത്യവാന്മാരാണ്, മഹാന്മാരാണ്. അവരൊരൊറ്റ കക്ഷിയാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, സുന്നത്ത് ജമാഅത്ത് അതൊരൊറ്റ ഗ്രൂപ്പാണ് കേട്ടോ, ഒറ്റ ആശയമാണ് കേട്ടോ. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ചില്ലറ മസ്തലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അതിന്റെ പേരിൽ നമ്മൾ ആരും തന്നെ ചേരി പിരിഞ്ഞ് ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാനോ കുറ്റം പറയാനോ അപമതിക്കാനോ നിസ്സാരപ്പെടുത്താനോ ഒരിക്കലും പാടുള്ളതല്ല. നിങ്ങൾക്കറിയില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഒന്നാണ്, ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മറ്റൊന്നാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും, ഇങ്ങനെ 4 മദ്ഹബുകൾ പരിശുദ്ധ ഇസ്ലാമിലില്ലേ. ആ 4 മദ്ഹബിന്റെയും കക്ഷി ഒന്നല്ലേ? സുന്നത്ത് ജമാഅത്തല്ലേ? അവർക്കിടയിലുള്ള ഭിന്നത അടിസ്ഥാനപരമല്ല,
ശാഖാപരമാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, 4 മദ്ഹബിന്റെ ഇമാമുകളും പറയുന്നു ഖുനൂത്ത് സുന്നത്താണ്. ഖുനൂത്ത് സുന്നത്തില്ലെന്നൊരൊറ്റ മദ്ഹബിന്റെ ഇമാമും പറയുന്നില്ല. പക്ഷേ ആ ഖുനൂത്ത് ഓതേണ്ടത് എപ്പോഴാണ്? ശാഫി ഇമാം റളിയല്ലാഹു എന്ന് പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു എന്ന് പറയുന്നു സുബ്ഹി നിസ്കാരത്തിലാണ് ഖുനൂത്ത് ഓതേണ്ടത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും പറയുന്നു വിത്ർ നിസ്കാരത്തിലാണ് ഖുനൂത്ത് ഓതേണ്ടത്. ഖുനൂത്ത് ഓതണം എന്നതിൽ തർക്കം ഇല്ല, എവിടെ എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ. ഇത് 2 മദ്ഹബാണ്. 4 മദ്ഹബിനിടയിൽ ഈ വിഷയത്തിൽ 2 മദ്ഹബാണ്. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലും ഒരു ഇമാമിങ്ങൾ തമ്മിലും തർക്കമില്ല. അല്ലേ? 5 നേരം നിസ്കരിക്കണം എന്നതിൽ തർക്കമുണ്ടോ? നോമ്പെടുക്കണം എന്നതിൽ തർക്കമുണ്ടോ? അതേ മാസം കണ്ടാൽ പെരുന്നാളാക്കണം, നോമ്പെടുക്കണം, തർക്കമുണ്ടോ? അതുപോലെ 3 തലാഖ് ചൊല്ലിയ 3 പോകുമെന്നതിൽ തർക്കമുണ്ടോ? 20 കുറഞ്ഞ തറാവീഹ് ഇല്ല എന്നതിൽ തർക്കമുണ്ടോ? അതേ ജുമഅക്ക് 2 ബാങ്ക് വേണം എന്നതിൽ തർക്കമുണ്ടോ? ജുമഅയുടെ ഖുതുബ അറബിയിലാകണം എന്നതിൽ തർക്കമുണ്ടോ? സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കൂ, സകാത്ത് കൊടുക്കണം എന്നതിൽ തർക്കമുണ്ടോ? പലിശ വാങ്ങരുത് എന്നതിൽ തർക്കമുണ്ടോ? കള്ളൂരി ഹറാമാണെന്നതിൽ തർക്കമുണ്ടോ? അതേ സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പോകേണ്ടതില്ല എന്നതിൽ തർക്കമുണ്ടോ? അങ്ങനെ ഇമാമുകൾക്കിടയിൽ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലും തർക്കമില്ല. ബറക്കത്തുണ്ടെന്നതിൽ തർക്കമില്ല, കറാമത്തുണ്ടെന്നതിൽ തർക്കമില്ല, തങ്ങന്മാർക്ക് ബഹുമാനമുണ്ടെന്നതിൽ തർക്കമില്ല, ആലിമീങ്ങൾക്ക് ബഹുമാനമുണ്ടെന്നതിൽ തർക്കമില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്നതിൽ തർക്കമില്ല, കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്നതിൽ തർക്കമില്ല, കുടുംബ ബന്ധം മുറിക്കരുത് എന്നതിൽ തർക്കമില്ല, അയൽവാസികൾക്ക് നന്മ ചെയ്യണം എന്നതിൽ തർക്കമില്ല, ഭാര്യമാരെ പീഡിപ്പിക്കരുത് എന്നതിൽ തർക്കമില്ല, ഭർത്താക്കന്മാരെ ആദരിക്കണം എന്നതിൽ തർക്കമില്ല, ബാപ്പന്റെയും എന്റെയും പൊരുത്തം വാങ്ങണം എന്നതിൽ തർക്കമില്ല, മക്കളോട് വിവേചനം കാണിക്കരുത് എന്നതിൽ തർക്കമില്ല, മകന്റെ ഭാര്യയെ ആക്രമിക്കരുത് എന്നതിൽ തർക്കമില്ല, ഭർത്താവിന്റെ ഉമ്മനെ ബഹുമാനിക്കണം എന്നതിൽ തർക്കമില്ല, നിങ്ങൾ തമ്മിൽ തല്ലുകൂടരുത് എന്നതിൽ തർക്കമില്ല, ദൈവത്ത് പറയരുത് എന്നതിൽ തർക്കമില്ല, ഏഷണി പറയരുത് എന്നതിൽ തർക്കമില്ല, നിങ്ങൾ ശണ്ട കൂടരുത് എന്നതിൽ തർക്കമില്ല, ഒരുത്തന്റെ അവകാശം വേറൊരാൾ കൈവശപ്പെടുത്തരുത് എന്നതിൽ തർക്കമില്ല, ഓരോരുത്തരുടെയും ഹക്ക് ഹക്കാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു കാര്യത്തിലും അടിസ്ഥാന വിഷയങ്ങളിൽ തർക്കമില്ല. അതേസമയത്ത് ചെറിയ സഖാപരമായ വിഷയങ്ങളിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ 2 മദ്ഹബുള്ളൂ. അതിനേക്കാൾ ചുരുങ്ങിയ കാര്യത്തിൽ മാത്രമേ 3 മദ്ഹബുള്ളൂ. അതിലും വളരെ ചുരുങ്ങിയതിൽ മാത്രമേ 4 മദ്ഹബുള്ളൂ. 5ാമത്തെ മദ്ഹബ് കർമ്മരംഗത്ത് ഇല്ല. ഇങ്ങനെ 4 മദ്ഹബ് ഉണ്ട് എന്നല്ല, 4 ഉള്ളൂ. 4 ഉണ്ട് എന്നല്ല, 4 ഉള്ളൂ. ഇസ്ലാമിന്റെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ അടിസ്ഥാനപരമായ വിഷയത്തിലൊക്കെ ഒറ്റ മദ്ഹബ്, തർക്കം തീരെയില്ല. ശാഖാപരമായ ചുരുക്കം ചില കാര്യങ്ങളിൽ 2 മദ്ഹബ്, 2 അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുനൂത്ത് എവിടെയാണോ ഉണ്ടെങ്കിൽ 2 അഭിപ്രായം. 4 മദ്ഹബില്ല, 2 മദ്ഹബേ ഉള്ളൂ, 2 അഭിപ്രായം. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ 3 മദ്ഹബുണ്ട്. ഉദാഹരണത്തിന് നിസ്കരിക്കുമ്പോൾ കയ്യൊക്കെ വെക്കേണ്ടത് ഇമാം ഷാഫിഈന്റെ മദ്ഹബ് അനുസരിച്ച് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ, മക്കത്തെ ഇമാമിങ്ങൾക്ക് വെക്കൽ അങ്ങനെ. എന്നാൽ വേറെ ചില മദ്ഹബ് അനുസരിച്ച്, ഹനഫി മദ്ഹബ് അനുസരിച്ച് പൊക്കിളിന്റെയും ചോടെ. എന്നാൽ മാലിക്കി മദ്ഹബിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് തീരെ കെട്ടാണ്ട് താത്തിയിടുക. അബൂദാബിയിലൊക്കെ ചില അറബികൾ അങ്ങനെ കാണാം, താഴ്ത്തിയിടുന്നതായിട്ട് കാണാം. അവർ മാലിക്കി മദ്ഹബുകാരാണ്. 3 4ാമത്തെ ഒരു അഭിപ്രായം ഇല്ല ഈ വിഷയത്തിൽ 3 മദ്ഹബേ ഇസ്ലാമിലുള്ളൂ. പിന്നെ ആരെങ്കിലും ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോമർ തലമുള്ള വെച്ച പോലെ വെച്ചാലോ, അതിൽ 4 മദ്ഹബിലും ഇല്ല. ആകെ 3 അഭിപ്രായം ആ വിഷയത്തിലുള്ള ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറയും. അപ്പം ചില വിഷയം വളരെ ചുരുങ്ങിയ ഒരു വിഷയത്തിൽ 3 അഭിപ്രായം, അതിനേക്കാൾ ചുരുങ്ങിയ ഒരു വിഷയത്തിൽ, വളരെ വളരെ ചുരുങ്ങിയ ഒരു വിഷയത്തിൽ 4 മദ്ഹബ്. ഇവരൊക്കെ കക്ഷി ഒന്നാ, അവർ തമ്മിൽ വാസ്തവത്തിൽ തർക്കമൊന്നുമില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മദ്ഹബുകാരനോട് ശാഫിഈ മദ്ഹബുകാരൻ പറയാ, നീ ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചോന്നാ പറയാ. ഇതല്ലേ ഫത്വയിലുള്ളത്. 4 മദ്ഹബ് സ്വീകരിക്കണം
സ്വീകരിക്കണമെന്നല്ലേ ഷാഫി മദ്ഹബിന്റെ കിതാബത്തിനുള്ളത്. ഫത്ഹുൽ മുഈൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പറയുന്ന കിതാബാണ്. ആ ഫത്ഹുൽ മുഈൻ എന്താ ഉള്ളത്? 4-ൽ 1 അനുസരിച്ച് ജീവിക്കണം, ഇതനുസരിച്ച് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ തർക്കമില്ല അവരൊന്നും, ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ സുന്നത്ത് ജമാഅത്ത് ഒറ്റ കക്ഷിയാണ്. മസ്അലയിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ അഹ്ലുകൾക്കിടയിലൊക്കെ ശാഖാപരമായ വിഷയത്തിലുണ്ടാകും. പക്ഷെ സുന്നത്ത് ജമാഅത്ത് ഒന്നാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, സുന്നത്ത് ജമാഅത്ത് അതെല്ലാം ഒന്നാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലയിലുണ്ടാവും, അത് സ്വാഭാവികമാണ്. കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ തീവ്രമായിട്ട് പറയുകയൊക്കെ ചെയ്യും. കൂടുതൽ മനസ്സിലാക്കാൻ, തൊഴിലുകൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫത്ഹുൽ മുഈൻ എടുത്തു ചില വിഷയം പറയുമ്പോൾ ഖിലാഫല്ലേ ശൈഖിന, എന്റെ ഉസ്താദിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത്. മൂപ്പര് ഉസ്താദിനെതിരായി സംസാരിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മാത്രം കേട്ട് നിങ്ങൾ പോരുത് കേട്ടോ. ഉസ്താദ് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടാവും, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വീകരിക്കാവുന്ന അതിന്റെ അർത്ഥം. അല്ലാതെ ഞാൻ ഉസ്താദിനെതിരാണെന്ന് അഹങ്കാരം പറഞ്ഞതല്ല. മറിച്ച് ഉസ്താദ് ഇതിനെതിരായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിങ്ങൾ നന്നായിട്ട് തെളിവ് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുട്ടികളോട് മുത്താലിബികളോട് ഖിലാഫത്തുൽ ശൈഖിന എന്ന് പറയുന്ന അർത്ഥം. അപ്പോ അത് തർക്കമല്ല, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ ശാഖാപരമായ വിഷയത്തിലുണ്ടാകും. സ്വാഭാവികമായി സംഘടന, ഒരൊറ്റ സംഘടനയുടെ ആൾക്കാർക്ക് തന്നെ എത്ര സംഘടന ഉണ്ട്? കുട്ടിയെ കൊന്ന്, വെലുവിൽ കൊന്ന്, വലിമിയെ കൊന്ന്, ഓറോട്ടറെ കൊന്ന്, എത്രയുണ്ട്? അലിമിയെ കൊന്ന്, ഒരുപാട് സംഘടന ഉണ്ടാവും. അതിനൊന്നും തർക്കം കൂടേണ്ട ആവശ്യമില്ല, തല്ലുകൂടേണ്ട ആവശ്യമില്ല, ചീത്ത പറയേണ്ട ആവശ്യമില്ല, പെരുപറയേണ്ട ആവശ്യമില്ല, ഭിന്നിക്കേണ്ട ആവശ്യമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഉണ്ട്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. അതൊറ്റ വഴിയാണ്, എല്ലാവരും ഒറ്റ വഴി. ഇനി നിങ്ങൾ നോക്ക്, അമ്പിയാക്കൾ എടുത്തോളൂ. ദാവൂദിന്റെ വീടെടുക്കൽ ഒരു കൂട്ടനൂരി ഒരു കാര്യത്തിന്റെ തീരുമാനം, വിധി വാങ്ങാൻ വേണ്ടി വന്നു. എന്താ പ്രശ്നം? ദാവൂദ് നബി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന പ്രശ്നം എന്താണ്? ഒരു കൂട്ടരുടെ കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലത്തുള്ള കൃഷികൾ മുഴുവനും പുല്ലുപോയി മറ്റൊരു കൂട്ടരുടെ ആടുകൾ തിന്നുപോയി. ഈ ആടുകൾ ഇത് തിന്നപ്പോ ഈ കൃഷിയുടമകളുടെ വസ്തുക്കൾ നശിച്ചുപോയില്ലേ? അവർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ കൃഷിസ്ഥലത്തുള്ള കൃഷി മുഴുവനും ഇവരുടെ ആടുകൾ തിന്നുപോയി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം നോക്കുമ്പോ ഇവർക്ക് നഷ്ടം കൊടുക്കാൻ ഇവരെടുത്തെന്താ ഉള്ളത് നോക്കി. അങ്ങനെ ഈ നഷ്ടപ്പെട്ടുപോയ കൃഷിക്ക് എത്ര വിലയുണ്ട് എന്ന് വില കിട്ടി ഒരു സംഖ്യ, ഒരു തുക തീരുമാനിച്ചു. ഈ ആടുകളെ മുഴുവനും നോക്കി അതിനും വില കെട്ടി തുക തീരുമാനിച്ച് നോക്കുമ്പോ കൃഷിസ്ഥലത്ത് നിന്ന് നശിപ്പിക്കപ്പെട്ട കൃഷിക്ക് എത്രയാണോ തുക വിലക്കുള്ളത്, അതേ തുകക്ക് തന്നെയാണ് ആടിൽ വിലക്കുള്ളത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ആട്ടിനെ മുഴുവനും പകരം കണ്ടു കൊടുത്തേ, കൃഷിക്ക് പകരം ആട്ടിനെ കൊടുക്കണോ എന്ന് ചോദിച്ചു. എന്നാൽ സഹോദരന്മാരെ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട മകനാണ് നബിയുല്ലാഹി സുലൈമാൻ. അതേ പ്രശ്നം തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വിഷയം കേട്ടതിനു ശേഷം ബാപ്പ വിധിച്ചതുപോലെ വിധിച്ചില്ല, വേറൊരു വിധിയാണ് വിധിച്ചത്. എന്താണ് വിധി? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, കൃഷിസ്ഥലം അവിടെ ബാക്കിയുണ്ടല്ലോ, കൃഷിയല്ലേ നശിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കൃഷിയുടെ ഉടമകൾ അവരുടെ കൃഷിസ്ഥലം ആട്ടിന്റെ ഉടമകൾക്ക് തൽക്കാലം വിട്ടുകൊടുക്കണം. ആട്ടിന്റെ ഉടമകൾ ആടുകളെ തൽക്കാലം കൃഷിയുടമസ്ഥന്മാർക്കും തൽക്കാലം വിട്ടുകൊടുക്കണം. എന്നിട്ട് കൃഷിസ്ഥലത്ത് ആട്ടിന്റെ ഉടമകൾ കൃഷി ഇറക്കണം. അങ്ങനെ കൃഷി ചെയ്ത് കൃഷി നേരത്തെ നശിപ്പിക്കപ്പെടുമ്പോൾ ഉള്ളതുപോലെ ആയാൽ കൃഷിസ്ഥലവും കൃഷിയും ആട്ടിന്റെ ഉടമകൾക്ക് അങ്ങോട്ട്, ആട്ടിന്റെ ഉടമകൾ കൃഷിയുടമകൾക്ക് തിരിച്ചു കൊടുക്കണം. ആടുകളെ മുഴുവനും ഈ കൃഷിയുടമകൾ ആട്ടിന്റെ ഉടമകൾക്ക് അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം.
ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാത്ത വളരെ ജോറുള്ള തീരുമാനമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തീരുമാനം. ഈ രണ്ട് തീരുമാനങ്ങളെ പറ്റി ഖുർആൻ പറയുകയാണ്. വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫസത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ആളുകളുടെ കൃഷിസ്ഥലത്ത് വെച്ച് മറ്റൊരു കൂട്ടരുടെ ആടവ് നശിപ്പിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബിയും വെവ്വേറെ വിധി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു ഫഫഹംനാ സുലൈമാന. ആ വിധിയിൽ കൂടുതൽ നല്ല വിധി വിധിക്കുന്നതിനുള്ള അറിവ് നമ്മൾ തോന്നിപ്പിച്ചു കൊടുത്തത് സുലൈമാൻ നബിക്കാണ് നബിയേ. പക്ഷേ ദാവൂദ് നബി തഴച്ചു പോയ ആളല്ല. ദാവൂദ് നബിയുടെ വിധി തെറ്റല്ല. സുലൈമാൻ നബിയുടെ വിധി ഒന്നുകൂടി കൂടുതൽ ഉഷാറുണ്ട്, കൂടുതൽ നന്മയുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു കുല്ലൻ ആതൈനാഹു ഹുക്മൻ വ ഇൽമാ. ദാവൂദ് നബിക്കും വിധി പറയാനുള്ള അധികാരവും വിവരവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബിക്കും വിവരവും അധികാരവും കൊടുത്തിട്ടുണ്ട്. രണ്ട് നബിമാരും സത്യത്തിലാണ് നബിയേ. രണ്ടാളെ വിധിയും ശരിയാണ് നബിയേ. രണ്ടാളെ തീരുമാനവും തെറ്റല്ല. രണ്ടും ഒരേ കക്ഷി തന്നെ. പക്ഷേ ചെറിയ ഭിന്നത, അഥവാ ഒരാൾ പറഞ്ഞ വിധിയും മറ്റൊരാൾ പറഞ്ഞ വിധിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും കക്ഷി ഒന്ന് തന്നെ. അപ്പൊ അൻവാൻതലയും എന്ന് പറയുന്ന കക്ഷി ഒന്നാണ്. അവർക്കിടയിൽ ചില്ലറ വ്യത്യാസങ്ങൾ അവരുടെ വിധിയിലും തീരുമാനങ്ങളിലും ഉണ്ടെങ്കിലും അവരൊന്നു തന്നെ. അതേ സമയത്ത് പേച്ചുപോയ കക്ഷികൾ അവരുടെ എതിർ ചേരിയിലുള്ളവരെ കുറിച്ച് ഖുർആൻ രണ്ട് ചേരിയാക്കിയിട്ടാ പറയുന്നത്. ഒന്ന് വൈരുൽ മഗ്ദൂബി അലൈഹിം, മറ്റൊന്ന് വലദ്ദാലിൻ. എന്താണ് അതിന്റെ മാന? അല്ലാഹുവേ, നീ ദേഷ്യം വെച്ച കക്ഷികളുടെ വഴിയിൽ നമ്മളെ ചേർക്കരുത്. ദേഷ്യം വെക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവർത്തന രംഗത്ത് തെറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഉദ്ദേശം തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ നമ്മളെ നീ പെടുത്തരുത്. വലദ്ദാലിൻ എന്ന് പറഞ്ഞാലോ വിശ്വാസത്തിൽ പഴവ് പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് ഉദ്ദേശം അപ്പൊ വിശ്വാസത്തിൽ പഴച്ചവരും അതേസമയത്ത് പ്രവർത്തനത്തിൽ പഴവ് സംഭവിക്കുന്നവർ, അബദ്ധം ചെയ്യുന്നവർ, തെറ്റ് ചെയ്യുന്നവർ, അല്ലാഹു ദേഷ്യം വെച്ചിട്ടുള്ളവർ, ഇങ്ങനെ അതാ മഹാന്മാരെ വഴിയുടെ പുറത്തുള്ള കക്ഷികളെ രണ്ട് ചേരിയെനിക്ക് അല്ലാഹു പറയുന്നു. ഒന്ന് വിശ്വാസം വെളിച്ചുപോയവർ, ഒന്ന് കർമ്മത്തിൽ അബദ്ധം സംഭവിച്ചവർ. സഹോദരന്മാര് ചിന്തിക്കണം. വാലിമീൻ എന്ന് ഖുർആൻ പറയുമ്പോൾ, അക്രമം ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികളെയും ഉൾപ്പെടുത്തിയിട്ട് ഖുർആൻ അത് പറയാറുണ്ട്. വിശ്വാസരംഗത്ത് അബദ്ധം സംഭവിച്ചവരെ കുറിച്ചും പറയാറുണ്ട്. കർമ്മരംഗത്ത് അബദ്ധം സംഭവിച്ചവരെ കുറിച്ചും പറയാറുണ്ട്. ചെയ്യേണ്ടത് പോലെ ചെയ്യാത്തവൻ, വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിക്കാത്തവൻ, ഈ കക്ഷി ക്രമം തെറ്റിപ്പോവനാണ്. അത്തരം കക്ഷികളെ സംബന്ധിച്ച് ധർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം, നേർച്ചയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുകയാണ്, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദീർ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ശരി, എന്ത് നേർച്ച ചെയ്താലും ശരി, ഫഇന്നല്ലാഹ വഅലമുഹു, നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന എല്ലാം അറിയുന്ന രാജാവില്ലേ, എന്തിനും കഴിയുന്ന രാജാവില്ലേ, എന്തിനും സാധിക്കുന്ന അല്ലാഹുവില്ലേ. അവൻ തന്ന വെള്ളമല്ലാതെ കുടിക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ? അവൻ തന്ന ഭക്ഷണമല്ലാതെ കഴിക്കുന്നുണ്ടോ കാരണവന്മാരെ? അവൻ തന്ന ഓക്സിജൻ അല്ലാതെ ശ്വസിക്കുന്നുണ്ടോ ഉമ്മമാരെ? അവൻ തന്ന ആരോഗ്യം കൊണ്ടല്ലാതെ ജീവിക്കുന്നുണ്ടോ മുഅ്മിനീങ്ങളെ? ആ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ. അവൻ ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവല്ലേ. അവൻ ഈ ഭൂമി ലോകത്തിന്റെയും ഉടമസ്ഥനല്ലേ, അധിപനല്ലേ.
അവന്റെ കാരുണ്യം തുല്യമില്ലാത്തതല്ലേ? അവൻ തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ? അവനല്ലാതെ കൊടുക്കുന്ന മറ്റാരെങ്കിലുമുണ്ടോ? അവനല്ലാതെ അധികാരസ്ഥനുണ്ടോ? അവന്റെ കൊടുതി അത്ഭുതം തന്നെയല്ലേ? പറയാൻ സമയമില്ല. ഞാൻ ഫാത്തിഹയെക്കുറിച്ച് പറയുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയും. നിങ്ങൾ നോക്കൂ, നമുക്ക് ബാപ്പയും ഉമ്മയും കാരുണ്യം ചെയ്തു എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. ഉസ്താദ് കാരുണ്യം ചെയ്തു എന്ന് പറയും, ആരെങ്കിലും കാരുണ്യം ചെയ്തു പറയും, പണക്കാരൻ കാരുണ്യം ചെയ്തു പറയും, അതൊക്കെ ഗുണം ചെയ്തു പറയൂലേ. പക്ഷെ ആ ഗുണങ്ങളൊന്നും വാസ്തവത്തിൽ അല്ലാഹുവിന്റെ ഗുണം കൊണ്ട് തട്ടി നോക്കുമ്പോൾ ഗുണങ്ങളല്ല. ആര് നമുക്ക് എന്ത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ചെയ്യുക. ആര് നമുക്ക് എന്ത് ഗുണം ചെയ്തെങ്കിലും അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു, ഇതുകൊണ്ട് ഞാനെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറിച്ചോണ്ടിരുന്ന് ഗുണം കിട്ടണോ? എനിക്ക് ആഹർത്ത് കൂലിയിട്ടുള്ളൂ വിചാരിച്ചിട്ടല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ഓണത്തിനാ, എനിക്ക് ഓണത്തിനല്ലേ? നിങ്ങൾ ഈ സൗഖ്യം വന്നതിന് എന്റെ ഓണത്തിനാ, നിങ്ങൾക്ക് ആഹർത്ത് കൂലി കിട്ടാനല്ലേ? അപ്പൊ നിങ്ങൾ വന്നത് നിങ്ങളുടെ ഓണത്തിന്, ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ഓണത്തിന്. ബാപ്പ മക്കളെ പോറ്റിയത് എന്തിനാ? മക്കളെ കൊണ്ട് ഈ ബാപ്പാക്ക് ഗുണം കിട്ടാന് അല്ലേ? അപ്പൊ ബാപ്പ മക്കളെ പോറ്റിയത് ബാപ്പാക്ക് മക്കളെ കൊണ്ട് ഗുണം കിട്ടാന്. ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരും ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിക്കാതെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കാതെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അത് അള്ള മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല ആർക്കും കൊടുത്തത് എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ലാഹുവിനെ അങ്ങോട്ട് ഗുണം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരാൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവനാരുടെയും ഗുണം ആവശ്യവും ഇല്ല. അപ്പൊ അല്ലാഹു തരുന്ന ഗുണം സൃഷ്ടികളിൽ കിട്ടുന്ന ഗുണം പോലെ അല്ല. അല്ലാഹുവിന്റെ കാരുണ്യം സൃഷ്ടികളിലുള്ള കാരുണ്യം പോലെ അല്ല. അല്ലാഹു തആല സൃഷ്ടികളെ പോറ്റി വളർത്തുന്നത് ആ പോറ്റി വളർത്തുന്ന വകയിൽ പടച്ചവനെന്തെങ്കിലും കിട്ടാനല്ല. വെറും കാരുണ്യം മാത്രമേ പടച്ചവന്റെ കൊടുതിയിലുള്ളൂ. അവനതുകൊണ്ടൊരു കാര്യവും കിട്ടാനല്ല. ആ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പണം ചെലവഴിക്കുമ്പോൾ അവൻ അനുവദിക്കാത്തതിൽ ചെലവഴിച്ചാൽ വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന സ്വാഫീൻ. ഒരിക്കലും തന്നെ ദൂർത്തടിക്കാൻ പാടില്ല. അനാവശ്യത്തിന് പണം ചെലവഴിക്കാൻ പാടില്ല. അത് നമ്മളെ വീട്ടിലായിരുന്നാലും ശരി, വീട്ടിൽ കല്യാണം നടക്കുമ്പോ ലക്ഷങ്ങളുടെ സാധനങ്ങൾ കരിമരുന്നുകൾ കൊണ്ടുവന്ന് അവിടെ അങ്ങ് പൊട്ടിച്ചു തുലച്ചാൽ, മഹാന്മാരുടെ മക്ബറകളിൽ ലക്ഷങ്ങളുടെ കരിമരുന്ന് കൊണ്ടുവന്ന് പൊട്ടിച്ചെന്ന് തുലച്ചാൽ, ചെറുപ്പക്കാരെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ സമുദായത്തിൽ വിവാഹപ്രായമെത്തിയ എത്ര പെൺകുട്ടികൾ അടുക്കള നിറഞ്ഞ് കണ്ണീരൊഴുക്കുന്നുണ്ട്. എത്ര വീടുകളില്ലാത്ത പാവങ്ങളുണ്ടോ? എത്ര ജോലിയില്ലാത്ത സാധുക്കളുണ്ടോ? ചികിത്സയ്ക്ക് വകയില്ലാത്ത എത്ര ജനങ്ങളുണ്ടോ? പഠനോപകരണങ്ങളില്ലാത്തത് കൊണ്ട് പഠിക്കാൻ കഴിയാത്ത എത്ര ബുദ്ധിയുള്ള കുട്ടികളുണ്ടോ? ലക്ഷങ്ങളുടെ കരിമരുന്നുകൾ കൊണ്ടുവന്ന് തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്നത് പോലെ മഹാന്മാരെ മക്ബറയുടെ സമീപത്ത് പൊട്ടിക്കുന്നതിന് പകരം ആ മഹാന്മാരുടെ പേരിൽ നമുക്ക് ഭക്ഷണം കൊടുത്തുകൂടെ? ദാനം ചെയ്തുകൂടെ? പുസ്തകം വാങ്ങിച്ചു കൊടുത്തുകൂടെ? കൊട വാങ്ങിച്ചു കൊടുത്തുകൂടെ? അവരുടെ പേരിൽ വീട് നിർമ്മിച്ചു കൊടുത്തുകൂടെ? അവരുടെ പേരിൽ നമുക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് സദാ പൊന്നും പണവും സഹായിച്ചുകൂടെ? അവരെ കബറിലവരെ ദർജ വർദ്ധിക്കാൻ കാരണമായി. അതിന് സദഖ കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലവുമായി. അതിനധ്വാനിക്കുന്നവർക്ക് ഗുണവും കിട്ടി. നേരെ മറിച്ച് കുറെ പൊട്ടുന്നത് കേട്ടിട്ട് എന്ത് കാര്യമാണ് ഇവിടെ കിട്ടാനുള്ളത്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന സ്വാഫീൻ. അനാവശ്യം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്, ശൈത്താന്റെ കൂട്ടാളികളാണ്. ഖുർആൻ നമുക്ക് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി കാണിക്കുന്നു.
അത് തന്നെയാ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നല്ല കാര്യത്തിലാണോ ചെലവഴിക്കുന്നത്? നല്ലത് തന്നെ. അവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ ചെലവഴിക്കുമ്പോ തീരെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരല്ല, കൊടുക്കുമ്പോൾ ചെലവഴിക്കുന്ന തീർത്തു കളയുന്നവരൊന്നല്ല, മധ്യനിലവാരം പുലർത്തുന്നവരാണ് അവരെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഒന്നും രണ്ടും സ്ഥലത്തല്ല, എത്ര സ്ഥലത്താണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുകൊണ്ട് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനില്ലേ, ഒരു ചാണ് മാത്രം നേരെ ഉദിക്കുന്ന ഒരു ദിവസമില്ലേ, ഒരു പക്ഷേ 1 മൈല് മാത്രം നേരെ ഉദിക്കുന്ന ഒരു ദിവസമില്ലേ? നമുക്ക് തമാശ പറയാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതം, തമാശ കളിക്കാനുള്ളതല്ലല്ലോ ജീവിതം. മാലിക് യൗമുദ്ദീൻ ആയത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതേ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ അധിപനും ഉടമസ്ഥരുമല്ലേ അല്ലാഹു തആല. ആ ദിവസത്തിന്റെ ദൈർഘ്യം ഒരൊറ്റ ദിവസത്തിൽ 50,000 കൊല്ലം പടച്ചവന്റെ കോടതിയിൽ ഒരേ നൃത്തം തന്നെയല്ലേ. പലരും ചെരിപ്പടിക്കാട് വരെ, മുട്ടുവരെ, അരവരെ, അതേ കഴുത്ത് വരെ അവിടെ വിയർപ്പിൽ മുങ്ങിയവരല്ലേ. അത് പ്രതിഫലം കൊടുക്കുന്ന ദിവസമല്ലേ. അവിടെ ഒരൊറ്റ മനുഷ്യന്റെയും കാല് മുന്നോട്ട് നീക്കി വെക്കുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മോന്റെയും കാല് നീക്കി വെക്കാൻ സാധ്യമല്ല. അൻഉമ്മിഹി ഫീമ അഫ്നാ, അവനവന്റെ ആയുസ്സുകാലം എന്തിനാ നശിപ്പിച്ചതോ? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, അവനവന്റെ യുവത്വകാലം എവിടെയാ ദ്രവിപ്പിച്ചതോ, എവിടെയാ യൗവന്യം നശിപ്പിച്ചതോ? വഅൻ മാലിഹി മിന്നൈന ഇക്തസബഹു വഫീമ അൻഫഖാ, നിന്റെ സമ്പത്ത് എങ്ങനെയാ നീ സമ്പാദിച്ചതോ, എവിടെയാ നീ ചെലവഴിച്ചതോ? പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയാതെ ഒരു മനുഷ്യന്റെയും കാല് നീക്കി വെക്കുക സാധ്യമല്ല. 75-ാമത്തെ ആണ്ടിന് 75 ആന, ആന നെറ്റിപ്പെട്ടവും കെട്ടിയിട്ടിന് വന്നു. അവിടെ ഒട്ടാകെ ആനപ്പിണ്ടി ചൂറി നിറച്ചാൽ അതുകൊണ്ട് എന്ത് കിട്ടാനുണ്ട് സഹോദരന്മാരെ? ആ പണം ഈ സമുദായത്തിന് ചെലവഴിച്ചുകൂടെ? നമുക്ക് വാഹനങ്ങളിൽ വന്ന് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യല് സുന്നത്തല്ലേ? അത് വാഹനത്തിൽ നിങ്ങൾ വന്നോളൂ. ഇപ്പോഴാരും ആന എന്ന വാഹനം ഉപയോഗിക്കുന്ന പതിവില്ലല്ലോ. പഴയ കാലത്തൊരു പക്ഷേ ആനപ്പുറത്ത് കയറിപ്പോകുന്ന മുതലാളിമാരുണ്ടാകാം. ഇപ്പോഴാ പതിവില്ലല്ലോ. സ്പീഡും വളരെ കുറവല്ലേ. അതുകൊണ്ട് വാഹനമായും അത് ഉപയോഗിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ലല്ലോ. പഴയ കാലത്തൊക്കെങ്കിലും ഉപയോഗിച്ചെങ്കിൽ അന്ന് മുതലാളിമാർ ആനപ്പുറത്ത് വാഹനമായി വന്നതാകാം. അതേസമയത്ത് ഇന്നതിന്റെ ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് തൊന്നയെ വാടകയ്ക്ക് കൂട്ടിയിട്ട് ഈ വാടകകൾ മുഴുവനും ആരെ കൊണ്ടെങ്കിലും തുന്നിക്കുന്നതിന് പകരം ആനയെ കൊണ്ടന്ന് മരത്തടി പിടിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമായില്ലേ? ആനയെ പടച്ചതിന്റെ ഗുണവും കിട്ടിയില്ലേ? അതേ സമയത്ത് ആ പണം മുഴുവനും ഇവിടെ ചെലവഴിച്ച് നശിപ്പിച്ചാൽ അല്ലാഹു ചോദിക്കില്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളെ പണം എങ്ങനെ നിങ്ങൾ സമ്പാദിച്ചു എന്ന് ചോദ്യമുണ്ടോ? എവിടെ ചെലവഴിച്ചു എന്ന് ചോദ്യമുണ്ടോ? അത് ചോദിക്കാതെ ഒരു മോന്റെ കാലം നീക്കി വെക്കുക സാധ്യമല്ല. ആലിമീങ്ങളോട് ചോദ്യമുണ്ടോ? പണ്ഡിതന്മാരെ, വിവരമുള്ളവരോടൊക്കെയും ചോദ്യമുണ്ടോ? സാധാരണക്കാരെ, ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് ഞാൻ വിവരം തന്നില്ലേ? എന്തുകൊണ്ട് നീ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്ന് ചോദ്യമുണ്ട്. പഠിക്കുന്നതിന് മുമ്പാണെങ്കിൽ അറിയാഞ്ഞിട്ടാണെന്ന് നമുക്ക് പറയാം. മനസ്സിലായി കഴിഞ്ഞാൽ അത് നടപ്പാക്കേണ്ടതില്ലേ? ഇല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രത്യേകം ചോദ്യമല്ലേ?
അങ്ങനെ മനുഷ്യനോട് അല്ലാഹു ജല്ല ജലാലുഹു അവനവന്റെ പ്രവൃത്തിയെ സംബന്ധിച്ചും വിവരത്തെ സംബന്ധിച്ചും അവനവന്റെ പണത്തെ സംബന്ധിച്ച് സമ്പാദിച്ചതെങ്ങനെ, ചെലവഴിച്ചതെങ്ങനെ, നിന്റെ ആയുസ് തീർത്തത് എങ്ങനെ, നിന്റെ യൗവന്യം നശിപ്പിച്ചതെങ്ങനെ, 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും മഹ്ശറയിൽ വെച്ച് നീക്കിവെക്കുക സാധ്യമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം